ഫിഷ് ഫീഡ് പോലെയുള്ളവ നിർമ്മിക്കുന്നവർ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഈ ഫിഷ്, കോഴി, പന്നി എന്നിവയ്ക്കുള്ള തീറ്റ ഉണ്ടാക്കുന്ന ഫിഷ് ഫീഡ് കമ്പനികൾ കേൾക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ പരാതിയാണ് പെർഫോമൻസ് ഇല്ല എന്നുള്ളത്. ഉദ്ദേശിച്ച രീതിയിൽ ഗ്രോത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഈ പരാതി കേൾക്കാനുണ്ടാകുന്ന കാരണം. ഇതിന്റെ യഥാർത്ഥ കാരണം റോ മെറ്റീരിയലിന്റെ സ്ഥിരതയില്ലായ്മയാണെന്ന് ഇതുവരെ പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു ഫീഡിന്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഐറ്റം പ്രോട്ടീൻ സോഴ്സ് തന്നെയാണ്. നിരവധി കമ്പനികൾക്ക് പ്രോട്ടീൻ മീൽ സപ്ലൈ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് പ്രായോഗികമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ ഏറ്റവും പ്രധാനം, ഒരു പ്രോട്ടീൻ സോഴ്സിനെ മാത്രം ഒരിക്കലും ആശ്രയിക്കരുത്. ലോക്കലി കിട്ടുന്ന അനിമൽ പ്രോട്ടീൻ്റെ കൂടെ വെജ് പ്രോട്ടീനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് സ്റ്റേബിളായി. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ലാബ് റിപ്പോർട്ട് മാത്രം കണ്ട് പ്രോട്ടീൻ മീൽ വാങ്ങുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തല്ല പ്രോസസ്സിംഗ് നടക്കുന്നതെങ്കിൽ ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ ആകാൻ സാധ്യത വളരെ കുറവാണ്. സ്ലോ കുക്കിംഗ്, സ്ലോ ഡ്രൈയിങ് രീതിയിലായിരിക്കണം പ്രോസസ്സിംഗ് നടക്കേണ്ടത്. ഇല്ലെങ്കിൽ ഡൈജസ്റ്റബിലിറ്റി കുറയാൻ കാരണമാകും. വില കുറഞ്ഞ റോ മെറ്റീരിയൽ വാങ്ങി നിങ്ങൾ നീണ്ടകാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ബ്രാൻഡിനെ നശിപ്പിക്കരുത്. നല്ല ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ മീൽ ഉപയോഗിച്ചാൽ കസ്റ്റമറുടെ പരാതി ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും ഓർഡർ കിട്ടുകയും ചെയ്യും. ഫീഡ് ഇൻഡസ്ട്രിയിൽ വിലയല്ല ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്, റിസൾട്ടാണ്. പ്രോട്ടീൻ സോഴ്സ് തിരഞ്ഞെടുക്കുന്നതുമായി സംബന്ധിച്ച് എന്തെങ്കിലും സംശയമോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ സമീപിക്കാം.